നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ റിയ മേരി. ആദ്യം പ്രധാന വാർത്തകൾ. വെള്ളക്കെട്ട് രൂക്ഷമായതോടെ പറപ്പൂക്കര പഞ്ചായത്തിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു. നെന്മണിക്കര ഗ്രാമപഞ്ചായത്തിലെ ചെറുവാളും പാഴായിലും മഴക്കെടുതി രൂക്ഷം. മറ്റത്തൂർ പഞ്ചായത്തിലെ മുപ്ലി വനത്തിൽ പുരുഷന്റെ മൃതദേഹം അഴുകിയ നിലയിൽ കണ്ടെത്തി. ഗ്യാസ് സിലിണ്ടർ സർവീസ് ചെയ്യുന്നതിനിടെ ഗ്യാസ് സ്റ്റോറിന് പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന വട്ടനാത്ര സ്വദേശി മരിച്ചു. പാലപ്പിള്ളിയിൽ വീണ്ടും വീടിന് നേരെ കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണം. കാട്ടാനക്കൂട്ടത്തിന്റെ പരാക്രമം അക്കരപ്പാടി പുഴിത്തറ സുധീറിന്റെ വീടിന് നേരെ. ദേശീയപാതയിൽ ലക്ഷങ്ങൾ ചെലവഴിച്ച് ഇരുമ്പുവേലി സ്ഥാപിച്ചിട്ടും ശുചിമുറി മാലിന്യം തള്ളുന്നതിൽ കുറവില്ല. ജെറുസലം ധ്യാന കേന്ദ്രത്തിന്റെ സമീപവും ജനവാസ കേന്ദ്രങ്ങളിലും ദുർഗന്ധം രൂക്ഷം. ഗ്രാമീണ റോഡുകളുടെ ശോചനീയാവസ്ഥ അടിയന്തരമായി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് തൃക്കൂർ പഞ്ചായത്തിലെ LDF അംഗങ്ങൾ പഞ്ചായത്ത് യോഗം ബഹിഷ്കരിച്ച് പ്രതിഷേധിച്ചു. വാർത്തകൾ വിശദമായി. വെള്ളക്കെട്ട് രൂക്ഷമായതോടെ പറപ്പൂക്കര പഞ്ചായത്തിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു. തൊട്ടിപ്പാൽ വില്ലേജ് ഓഫീസിലെ ക്യാമ്പിലേക്കാണ് 4 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത്. 6 സ്ത്രീകളും 6 പുരുഷന്മാരും ഒരു കുട്ടിയും ഉള്ളതായി അധികൃതർ അറിയിച്ചു. നെന്മണിക്കര ഗ്രാമപഞ്ചായത്തിലെ ചെറുവാളും പാഴായിലും മഴക്കെടുതി രൂക്ഷമാണ്. ജില്ലയിൽ ശക്തമായ മഴ തുടരുന്നുണ്ടെങ്കിലും പീച്ചി ഡാം ജലനിരപ്പിൽ വർധന ഉണ്ടായിട്ടില്ല. ഒരാഴ്ചയ്ക്കിടെ ജലനിരപ്പ് ഉയർന്നത് 1.5 മീറ്റർ മാത്രം. കഴിഞ്ഞ തിങ്കളാഴ്ച ഡാമിലെ ജലനിരപ്പ് 69.87 മീറ്റർ ആയിരുന്നു. ചൊവ്വാഴ്ച രാവിലെ 11 മണിക്ക് 71.34 മീറ്ററാണ് ജലനിരപ്പ്. 1.47 മീറ്റർ വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. ഡാമിലെ പരമാവധി ജലനിരപ്പ് 79.25 മീറ്ററാണ്. ഡാമിൽ നിലവിൽ സംഭരിക്കപ്പെട്ട വെള്ളത്തിന്റെ അളവ് 25.47 മില്യൺ ക്യൂബിക് മീറ്ററാണ്. ഡാമിന്റെ പരമാവധി സംഭരണ ശേഷി 94.95 മില്യൺ ക്യൂബിക് മീറ്ററും 27% മാത്രമാണ് നിലവിലെ സംഭരണം. മറ്റത്തൂർ പഞ്ചായത്തിലെ മുപ്ലി വനത്തിൽ പുരുഷന്റെ മൃതദേഹം അഴുകിയ നിലയിൽ കണ്ടെത്തി. മുരുക്കങ്ങൽ മുപ്ലി റോഡിലെ ഫോറസ്റ്റ് സ്റ്റേഷന്റെ 1 കിലോമീറ്ററോളം അകലെ വനത്തിനുള്ളിലെ തോട്ടിലാണ് മൃതദേഹം കണ്ടത്. വനവിഭവങ്ങൾ ശേഖരിക്കുന്നതിനിടെ ആദിവാസികളാണ് മൃതദേഹം കണ്ടെത്തി വനപാലകരെ അറിയിച്ചത്. വെള്ളിക്കുളങ്ങര പോലീസ് ഇൻസ്പെക്ടർ K. കൃഷ്ണൻ, ഫോറൻസിക് വിരലടയാള വിദഗ്ധർ എന്നിവർ സ്ഥലത്തെത്തി മേൽ നടപടി സ്വീകരിച്ചു. മുപ്ലിയിലുള്ള ഓൾഡ് ഏജ് ഹോമിൽ നിന്ന് 1 മാസം മുമ്പ് കാണാതായ ആളുടെ മൃതദേഹമാണ് കണ്ടെത്തിയതെന്ന് സംശയിക്കുന്നു. കാണാതായ ആളുടേതെന്ന് സംശയിക്കുന്ന ഷർട്ട് മൃതദേഹത്തിനരികിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഗ്യാസ് സിലിണ്ടർ സർവീസ് ചെയ്യുന്നതിനിടെ ഗ്യാസ് സ്റ്റോറിന് പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന വട്ടനാത്ര സ്വദേശി മരിച്ചു. കൈനാത്തൂടൻ വീട്ടിൽ 62 വയസ്സുള്ള അശോകനാണ് മരിച്ചത്. മെയ് 30-നായിരുന്നു സംഭവം. പുതുക്കാട് കണ്ണമ്പത്തൂരിൽ പൊന്നാമ്പിടി ബിന്ദുവിന്റെ വീട്ടിൽ ഗ്യാസ് സിലിണ്ടർ സർവീസ് ചെയ്യുന്നതിനിടെയാണ് അപകടം സംഭവിച്ചത്. ബിന്ദുവിനും പൊള്ളലേറ്റിരുന്നു. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്കിടെ തിങ്കളാഴ്ച വൈകിട്ട് 8 മണിയോടെയാണ് അശോകന്റെ മരണം. ഗീതയാണ് ഭാര്യ. അഗീഷ്, അശ്വതി എന്നിവർ മക്കളും അബീഷ, ജിതേഷ് എന്നിവർ മരുമക്കളുമാണ്. പാലപ്പിള്ളിയിൽ വീണ്ടും വീടിന് നേരെ കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണം. അക്കരപ്പാടി പുഴിത്തറ സുധീറിന്റെ വീടിന് നേരെ കുട്ടിയാനയടക്കം 5 കാട്ടാനകളാണ് വീട്ടുമുറ്റത്തെത്തി ഭീതി പരത്തിയത്. വീടിന് മുകളിലേക്ക് കവുങ്ങുകൾ മറിച്ചിട്ട ആനക്കൂട്ടം കോഴിക്കോടും തൊഴുത്തും തകർത്തു. തിങ്കളാഴ്ച രാത്രിയാണ് സംഭവം. കഴിഞ്ഞ ഞായറാഴ്ച ചെമ്പലങ്ങാട് നടാംപാടത്ത് പാലാപ്പറമ്പിൽ ആസിയയുടെ വീടിന്റെ മുകളിലേക്ക് കാട്ടാന അടയ്ക്കാമരം തട്ടിയിട്ടിരുന്നു. ആസിയയുടെ പറമ്പിലെ കാർഷിക വിളകളും നശിപ്പിച്ചു. മേഖലയിൽ നിരന്തരം കാട്ടാനകൾ വീടുകൾക്ക് നേരെ ആക്രമണം നടത്തുന്നത് പ്രദേശവാസികളെ ഭീതിയിലാഴ്ത്തുന്നുണ്ട്. ദേശീയപാത തലോരിൽ ലക്ഷങ്ങൾ ചെലവിട്ട് ഇരുമ്പുവേലി സ്ഥാപിച്ചിട്ടും ശുചിമുറി മാലിന്യം തള്ളുന്നതിൽ കുറവില്ല. ജെറുസലം ധ്യാന കേന്ദ്രത്തിന്റെ സമീപവും ജനവാസ കേന്ദ്രങ്ങളിലും ദുർഗന്ധം രൂക്ഷമാണെന്ന് പരാതി.
ദേശീയപാതയിൽ ശുചിമുറി മാലിന്യം തള്ളുന്നത് പതിവായതോടെയാണ് തദ്ദേശ സ്ഥാപനങ്ങൾ ലക്ഷങ്ങൾ മുടക്കി ഇരുമ്പുവേലിയും നിരീക്ഷണ ക്യാമറകളും സ്ഥാപിച്ചത്. എന്നാൽ ഇരുമ്പുവേലിയും നിരീക്ഷണ ക്യാമറകളും ഇല്ലാത്ത ഇടങ്ങളിലാണ് സാമൂഹ്യവിരുദ്ധർ നിർബാധം മാലിന്യം തള്ളൽ തുടരുന്നത്. ജെറുസലേം ധ്യാന കേന്ദ്രത്തിന്റെ സമീപ പ്രദേശങ്ങളിലെ തോടുകളിലടക്കം ശുചിമുറി മാലിന്യം എത്തുന്നുണ്ട്. തോട്ടിൽ നിന്ന് പുഴയിലേക്കും മാലിന്യം എത്തുന്നു. ഇതോടെ പുഴയിലും കോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യമുണ്ട്. പലതവണ നാട്ടുകാർ അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും മാലിന്യം തള്ളുന്ന കാര്യത്തിൽ മാത്രം ശമനമായില്ല. നിരവധി ആളുകൾ ദൈനംദിന ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന വെള്ളം മലിനമായതോടെ നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് തന്നെ വഴിവെക്കാനുള്ള സാഹചര്യവും ഉണ്ട്. മേഖലയിൽ പോലീസ് പട്രോളിംഗ് ശക്തമാക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. ഇതിനു പിന്നിൽ മാഫിയ സംഘം തന്നെ പ്രവർത്തിക്കുന്നുവെന്നുണ്ടെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. ഗ്രാമീണ റോഡുകളുടെ ശോചനീയാവസ്ഥ അടിയന്തരമായി പരിഹരിക്കുക, മെയിന്റനൻസ് ഗ്രാന്റ് പൂർണ്ണമായി ഉപയോഗിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് തൃക്കൂർ ഗ്രാമപഞ്ചായത്തിലെ LDF അംഗങ്ങൾ പഞ്ചായത്ത് യോഗം ബഹിഷ്കരിച്ച് പ്രതിഷേധിച്ചു. പഞ്ചായത്തിലെ വിവിധ റോഡുകൾക്ക് വേണ്ടി വിവിധ വർഷങ്ങളിലായി അനുവദിച്ച 2 കോടിയോളം രൂപ ഇനിയും ചെലവഴിക്കാൻ പഞ്ചായത്തിന് സാധിച്ചിട്ടില്ലെന്നും ഇതിന്റെ ഭാഗമായി 60ഓളം റോഡുകളാണ് പണി കഴിപ്പിക്കാനുള്ളതെന്നും LDF ആരോപിച്ചു. LDF പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടി CPM ഒല്ലൂർ ഏരിയ കമ്മിറ്റി അംഗം KS റോസൽ രാജ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം KK സലീഷ് അധ്യക്ഷനായി. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ PR കപിൽ രാജ്, ലിൻഡോ തോമസ്, LDF നേതാക്കളായ VM സിനീഷ്, TM രാജേഷ്, VK സുലൈമാൻ, CA വൈശാഖ്, സന്ദീപ്, മായ രാമചന്ദ്രൻ, മേഴ്സീസ് കറിയ എന്നിവർ പ്രസംഗിച്ചു. സംസാരത്തിനൊന്നും ശ്രമിക്കുന്നില്ല. ഇവിടെ ഗ്രാമപഞ്ചായത്ത് അംഗം സഖാവ് കപിൽ രാജ് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. തൃക്കൂർ ഗ്രാമപഞ്ചായത്തിലെ ഗ്രാമീണ റോഡുകളുടെ അവസ്ഥ വളരെ ശോചനീയമായ സ്ഥിതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് ഏറ്റവും പ്രഥമമായ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി ഇടപെടുക, ആ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നതാണ് ഗ്രാമപഞ്ചായത്തിന്റെ ഏറ്റവും പ്രാഥമികമായ ഉത്തരവാദിത്വം. കയ്യാലപ്പടി പോലെ വട്ടക്കൊട്ടായി പോകുന്ന റോഡ് അത്ര അനുവദിച്ചു മാറിയിരിക്കുന്നു. അങ്ങനെ വിവിധ പ്രദേശങ്ങൾ എൻ്റെ വാർഡില് 7ാം വാർഡ് ഒരു ചെറിയൊരു കുറച്ച് സ്ഥലത്ത് ടൈല് വിരിച്ചു, കുറച്ച് സ്ഥലത്ത് ബാക്കിയുള്ള സ്ഥലമാണ് വെറുതെ കിടക്കുന്നു. നിങ്ങളൊക്കെ നോക്കണേ, കുറെ പ്രദേശങ്ങളിലെ സ്ഥലങ്ങൾ നേരത്തെ റോഷൻ പറഞ്ഞ പണ്ട് റോഡ് വളരെ മോശം. ഈ സാധാരണ ആളുകൾ പോകുമ്പോഴാണ് നമുക്കറിയുള്ളൂ. ഇപ്പൊ ചെയ്യുന്ന ഈ പ്രവർത്തികൾക്കെതിരെ എല്ലാവരും സഹകരിച്ചുകൊണ്ട് ഈ വരുന്ന സമരം, ഏതായാലും ഈ സമരം തുടരാൻ തന്നെയാണ് തീരുമാനിക്കുന്നത്. LDF മെമ്പർമാർ ഇപ്പോൾ പ്രാദേശിക റോഡുകളുടെ ഗ്രാമീണ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കാനും അതുപോലെ മെയിൻ്റനൻസ് ഗ്രാന്റ് ഫണ്ട് പൂർണ്ണമായി ഉപയോഗിക്കാനും പ്രതിഷേധിച്ച് ഇന്ന് ഇറങ്ങി വന്നിരിക്കുകയാണ്. നമുക്കറിയാം, തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നത് UDF ആണ്. 4.5 വർഷമായി ഈ പഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടുത്തെ പ്രാദേശിക പ്രശ്നങ്ങളും അതുപോലെ ജനങ്ങൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ എന്നുള്ള രൂപത്തിലുള്ള റോഡുകളായാലും കൃത്യമായി ഫണ്ട് വിനിയോഗിക്കാതെ ഇപ്പോഴും ജനങ്ങളെ ദുരിതത്തിലേക്ക് തള്ളിവിടുന്ന നിലപാടുമായിട്ടാണ് ഈ ഭരണസമിതി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ആശുപത്രിയിൽ പോയി രോഗം പറയുന്നത് പോലെ അല്ലെങ്കിൽ നമ്മളിപ്പോൾ പ്രാർത്ഥിക്കുന്നത് പോലെ ഈ പഞ്ചായത്ത് ഭരണസമിതിക്കകത്ത് LDF മെമ്പർമാർ നിരന്തരമായി ഉന്നയിക്കുന്ന ഒരു വിഷയമാണ് ഗ്രാമീണ റോഡുകളുടെ ശോചനീയാവസ്ഥ. പുതുക്കാട് ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ ഹെൽത്ത് സബ് സെന്റർ കാഞ്ഞൂർ അക്ഷര അംഗനവാടിയുടെ മുകളിലുള്ള സാംസ്കാരിക നിലയത്തിന്റെ കെട്ടിടത്തിൽ താൽക്കാലികമായി പ്രവർത്തനം ആരംഭിച്ചു. പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി ജോജു അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ രതി ബാബു, പഞ്ചായത്ത് അംഗങ്ങളായ ആൻസി, പ്രീതി ബാലകൃഷ്ണൻ, ഷാജു കാളിയങ്കര, പുതുക്കാട് താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഇൻചാർജ് ഡോക്ടർ സുധാകുമാരി, ഹെൽത്ത് ഇൻസ്പെക്ടർ രാജേഷ്, JPHN രേഷ്മ എന്നിവർ പ്രസംഗിച്ചു. പുതുക്കാട് ഗ്രാമപഞ്ചായത്തിലെ 3, 12, 13, 14 വാർഡുകളിലെ പൊതുജനാരോഗ്യവും സാമൂഹ്യ കുടുംബക്ഷേമ ആരോഗ്യ പ്രവർത്തനങ്ങളുടെയും ഏകോപന കേന്ദ്രമാണ് ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ. കല്ലൂർ ആലങ്ങാട് വലിയ പാലത്തിന്റെ അടിയിൽ കുമിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ കർഷകരെ സഹായിച്ച കുട്ടികൾ. ആലങ്ങാട് തോട്ടിൽ മാലിന്യം തടഞ്ഞ് ഒഴുക്ക് തടസ്സപ്പെട്ട് സമീപത്തെ കൃഷിയിടങ്ങളിൽ വെള്ളം ഉയർന്ന് നേന്ത്രവാഴ കൃഷിയിൽ വെള്ളം കയറിയിരുന്നു. തുടർന്ന് നാട്ടുകാരായ KP ജോസും
രാധാകൃഷ്ണനും ചേർന്ന് തടസ്സങ്ങൾ നീക്കം ചെയ്യുകയായിരുന്നു. ഈ സമയമാണ് കുട്ടികൾ ഇവിടെ എത്തുന്നത്. ക്ഷീണിതരായ ഇവരെ സഹായിക്കാൻ ഏറെ സന്തോഷത്തോടെ കുട്ടികൾ ശുചീകരണം ഏറ്റെടുത്തു. കല്ലൂർ സ്വദേശികളായ അലൻ, ആൽഫിൻ, അക്ഷയ്, പ്രയാൺ എന്നീ വിദ്യാർത്ഥികളാണ് കർഷകരെ സഹായിക്കുവാൻ മാതൃകാ പ്രവർത്തനം നടത്തിയത്. മുപ്ലിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിജയോത്സവം സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ് ഉദ്ഘാടനം ചെയ്തു. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കലാപ്രിയ സുരേഷ് അധ്യക്ഷത വഹിച്ചു. 2024-25 അധ്യയന വർഷത്തിൽ LSS, USS, NMMS നേടിയ വിദ്യാർത്ഥികളെയും SSLC ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ചവരെയും എൻഡോമെന്റുകൾ നൽകി അനുമോദിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഹേമലത നന്ദകുമാർ, വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ റോസിലി തോമസ്, പഞ്ചായത്ത് അംഗം പുഷ്പാകരൻ ഒറ്റാലി, കൊടകര BPCTR അനൂപ്, സ്കൂൾ പ്രിൻസിപ്പാൾ PS ബിജി, സ്കൂൾ പ്രധാനാധ്യാപിക KT സീന, PTA പ്രസിഡന്റ് ബിനോയ് ഞെരിഞ്ഞാമ്പിള്ളി, MPTA പ്രസിഡന്റ് ജീവ ബേബി, OSA ചെയർമാൻ KN ജയപ്രകാശ്, സീനിയർ അധ്യാപിക AK അമൃതപ്രിയ, സ്റ്റാഫ് സെക്രട്ടറി PD മിനി എന്നിവർ പ്രസംഗിച്ചു. അളഗപ്പനഗർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ കലാസാഹിത്യ വേദിയുടെ ഉദ്ഘാടനം സോപാന സംഗീതനായ ഞരളത്ത് ഹരിഗോവിന്ദൻ നിർവഹിച്ചു. സ്കൂൾ പ്രധാനാധ്യാപിക സിനി M കുര്യാക്കോസ് അധ്യക്ഷത വഹിച്ചു. കലാസാഹിത്യവേദി കൺവീനർ മഞ്ജുഷ മാത്യു, സ്റ്റാഫ് സെക്രട്ടറി T പുഷ്പ എന്നിവർ പ്രസംഗിച്ചു. പരിപാടികൾക്ക് അധ്യാപകരായ TG രേഖ, ഗോകുൽ ഗോപൻ, MB സജീഷ് എന്നിവർ നേതൃത്വം നൽകി. ഇരിങ്ങാലക്കുട പോട്ട റോഡിൽ നിയന്ത്രണമിട്ട ട്രാവലർ പാടത്തേക്ക് മറിഞ്ഞു. ചൊവ്വാഴ്ച രാവിലെ 7:30 തൊമ്മാനപ്പാടത്തായിരുന്നു അപകടം. മണപ്പുറം ഫിനാൻസിന്റെ വലപ്പാട് ഓഫീസിൽ ജോലി ചെയ്യുന്ന സ്റ്റാഫുകളെ കൊണ്ടുപോകുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. ചാലക്കുടി ഭാഗത്തു നിന്നും വന്നിരുന്ന വാഹനം നിയന്ത്രണം വിട്ട ബാരിക്കേഡുകൾ തകർത്ത് പാടത്തേക്ക് മറിയുകയായിരുന്നു. അപകടത്തിൽ പരിക്കേറ്റവരെ സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സ്ഥിരം അപകട സ്ഥലമായ ഈ പ്രദേശം ബ്ലാക്ക് സ്പോട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രദേശമാണ്. വെണ്ടൂർ ഗോൾഡൻ ഏജ് കെയർ ലിഷർലാൻഡ് ക്ലബിൽ വെച്ച് വയോജന സംഗമം നടത്തി. നെപ്പോ ചെറമൽ ഉദ്ഘാടനം ചെയ്തു. ജെയ്സൺ മന്നളി അധ്യക്ഷത വഹിച്ചു. മിനി ആൻഡോ മെഡിക്കൽ ക്യാമ്പിന് നേതൃത്വം നൽകി. ബിജു പുളിക്കൽ, ആൻഡോ മന്നളി, ബിന്ദു ജോസഫ്, മിനി ആൻഡോ എന്നിവർ സന്നിഹിതരായി. വിവിധ കലാപരിപാടികളും മജീഷ്യൻ ശിവൻ പൂക്കോടിന്റെ മാജിക് ഷോയും നടത്തി. ഇനി കാണാം ഇൻഫോടോക്ക്. ഫോൺ നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ പ്രധാന ഭാഗമായി മാറിയിരിക്കുകയാണ്. മൊബൈൽ ഫോൺ അല്പനേരത്തേക്ക് കയ്യിലില്ലാതിരിക്കുമ്പോഴോ, ചാർജ് തീരുമ്പോഴോ, ബാലൻസ് തീരുമ്പോഴോ മനസ്സ് വല്ലാതെ അസ്വസ്ഥമാകാറുണ്ടോ? ഇങ്ങനെ മൊബൈൽ ഫോണിനെ കുറിച്ചുള്ള ആവശ്യമില്ലാത്ത ആകുലതയാണ് നോമോഫോബിയ അല്ലെങ്കിൽ നോ മൊബൈൽ ഫോൺ ഫോബിയ. മൊബൈൽ ഫോൺ ഓഫാക്കുമ്പോഴേക്കും അകാരണമായ ടെൻഷൻ തോന്നുന്നത് നോമോഫോബിയ കാരണമാണ്. പഠനങ്ങൾ പറയുന്നത് പകുതിയിലധികം നോമോഫോബിയ ബാധിതരും മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യാറില്ല എന്നാണ്. മൊബൈൽ കുറച്ചു നേരത്തേക്ക് കിട്ടാതിരിക്കുമ്പോൾ ഉത്കണ്ഠ, ശ്വാസമുട്ട്, വിറയൽ, സ്ഥലകാല ബോധമില്ലായ്മ, ഹൃദയമിടിപ്പ് കൂടുക തുടങ്ങിയവയാണ് നോമോഫോബിയയുടെ ലക്ഷണങ്ങൾ. ചെറുപ്പക്കാരിലാണ് നോമോഫോബിയ പ്രധാനമായും കണ്ടുവരുന്നതെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. എന്ത് കാര്യത്തിലും നമ്മൾ കൂടുതൽ സമയവും ശ്രദ്ധയും കൊടുക്കുന്നുവോ അതിനോട് നമുക്കൊരു പ്രത്യേക അഭിനിവേശം ഉണ്ടാകാറുണ്ട്. ഇതുപോലെയാണ് ഫോണിനോടും. എന്നും എപ്പോഴും കൂടെ ഉണ്ടാവുന്നതിനാൽ നാം പോലും അറിയാതെ നമ്മുടെ ഒരു അഡിക്ഷനായി മൊബൈൽ മാറും. അതിലെന്താ കുഴപ്പം എന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? എന്നാൽ അതിൽ ധാരാളം കുഴപ്പങ്ങളുണ്ടെന്നാണ് ഗവേഷകർ പറയുന്നത്. ആത്മാഭിമാനക്കുറവ്, അന്തർമുഖത, അരക്ഷിതാവസ്ഥ, മൂഡ് സ്വിങ്സ് തുടങ്ങിയവ അതിൽ ഏറ്റവും മുന്നിൽ വരുന്ന ചിലത് മാത്രം. മൊബൈൽ ഫോൺ അഡിക്ഷനുള്ള ആളുകൾക്ക് സമൂഹത്തോടും അകൽച്ച തോന്നും. സമൂഹ മാധ്യമങ്ങളിലെ ലോകവും യഥാർത്ഥ ലോകവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടല്ലോ. സോഷ്യൽ ഫോബിയ, സാമൂഹിക ഉത്കണ്ഠ, പരിഭ്രാന്തി പോലുള്ള മാനസിക പ്രശ്നങ്ങൾക്കും ഫോൺ അഡിക്ഷൻ കാരണമാകുന്നു. മൊബൈൽ ഫോണിനോടുള്ള ആസക്തി മൂലം ഒരാൾ നോമോഫോബിക് ആയതാണോ അതോ
നിലവിലെ ഉത്കണ്ഠ വൈകല്യങ്ങൾ നോമോഫോബിക് ലക്ഷണങ്ങളായി പ്രകടമാകുന്നതാണോ എന്ന് തിരിച്ചറിയുക പ്രയാസമാണ്. നോമോഫോബിയ മറ്റേതെങ്കിലും രോഗത്തിന്റെ ലക്ഷണമാകാം എന്ന സാധ്യതയും പഠനങ്ങൾ തള്ളിക്കളയുന്നില്ല. നോമോഫോബിയ കാരണം ചില മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകാം, അല്ലാതെ തിരിച്ചും സംഭവിക്കാം. രോഗനിർണയം വളരെ പ്രധാനപ്പെട്ടതാണ്. കാലാവസ്ഥ. കൂടിയ താപനില 28 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസിസ് യൂണിറ്റിലെ സ്റ്റാഫ് നഴ്സിന്റെ ഒഴിവിലേക്ക് ദിവസവേതനടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നതിന് യോഗ്യതയുള്ള സ്റ്റാഫ് നഴ്സുമാരിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു. പ്രായപരിധി 40 വയസ്സ്. താൽപര്യമുള്ളവർ അപേക്ഷ, യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് എന്നിവയുടെ പകർപ്പുകൾ സഹിതം അപേക്ഷിക്കേണ്ടതാണ്. ഡയാലിസിസ് യൂണിറ്റിൽ പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന നൽകുന്നതാണ്. അപേക്ഷകൾ താലൂക്ക് ആശുപത്രി സൂപ്രണ്ടിന്റെ വിലാസത്തിൽ ഇമെയിൽ മുഖേനയോ തപാലിലോ ജൂൺ 23 ഉച്ചയ്ക്ക് 1 മുൻപായി ലഭിക്കേണ്ടതാണ്. വിലാസം: സൂപ്രണ്ട്, പുതുക്കാട് താലൂക്ക് ആശുപത്രി, റെയിൽവേ സ്റ്റേഷൻ റോഡ്, പുതുക്കാട്. ഇമെയിൽ വിലാസം: chc.pudukkad@gmail.com. അളഗപ്പനഗർ ത്യാഗരാജ പോളിടെക്നിക് കോളേജിൽ 2025-26 അധ്യയന വർഷത്തെ നിലവിൽ ഒഴിവുള്ളതും വരാൻ സാധ്യതയുള്ളതുമായ ലാറ്ററൽ എൻട്രി ഡിപ്ലോമ സീറ്റുകളിലേക്ക് വെള്ളിയാഴ്ച സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. രാവിലെ 9:30 മുതൽ 10 വരെ പ്ലസ് 2 അല്ലെങ്കിൽ VHSC റാങ്ക് ലിസ്റ്റിൽപ്പെട്ട മുഴുവൻ വിദ്യാർത്ഥികളും, രാവിലെ 11 മുതൽ 11:30 വരെ ITI അല്ലെങ്കിൽ KGCE അല്ലെങ്കിൽ NCVT അല്ലെങ്കിൽ SCVT റാങ്ക് ലിസ്റ്റിൽപ്പെട്ട മുഴുവൻ വിദ്യാർത്ഥികളും അസൽ സർട്ടിഫിക്കറ്റുകളും ഫീസുമായി സമയക്രമം അനുസരിച്ച് വരേണ്ടതാണ്. വിശദ വിവരങ്ങൾക്ക് 0480 2751 346 6282 421 915. സ്വർണവില. സ്വർണം ഗ്രാമിന് 9305 രൂപയും പവന് 74,440 രൂപയും രേഖപ്പെടുത്തി. ചെങ്ങാലൂർ ശാന്തിനഗർ പാലപ്പറമ്പിൽ മണി അന്തരിച്ചു. 74 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. വെള്ളക്കെട്ട് രൂക്ഷമായതോടെ പറപ്പൂക്കര പഞ്ചായത്തിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു. നെന്മണിക്കര ഗ്രാമപഞ്ചായത്തിലെ ചെറുവാളും പാഴായിലും മഴക്കെടുതി രൂക്ഷം. മറ്റത്തൂർ പഞ്ചായത്തിലെ മുപ്ലി വനത്തിൽ പുരുഷന്റെ മൃതദേഹം അഴുകിയ നിലയിൽ കണ്ടെത്തി. ഗ്യാസ് സിലിണ്ടർ സർവീസ് ചെയ്യുന്നതിനിടെ ഗ്യാസ് സ്റ്റോറിന് പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന വട്ടനാത്ര സ്വദേശി മരിച്ചു. പാലപ്പിള്ളിയിൽ വീണ്ടും വീടിന് നേരെ കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണം. കാട്ടാനക്കൂട്ടത്തിന്റെ പരാക്രമം അക്കരപ്പാടി പുഴിത്തറ സുധീറിന്റെ വീടിന് നേരെ. ദേശീയപാതയിൽ ലക്ഷങ്ങൾ ചെലവഴിച്ച് ഇരുമ്പുവേലി സ്ഥാപിച്ചിട്ടും ശുചിമുറ മാലിന്യം തള്ളുന്നതിൽ കുറവില്ല. ജെറുസലം ധ്യാന കേന്ദ്രത്തിന്റെ സമീപവും ജനവാസ കേന്ദ്രങ്ങളിലും ദുർഗന്ധം രൂക്ഷം. ഗ്രാമീണ റോഡുകളുടെ ശോചനീയാവസ്ഥ അടിയന്തരമായി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് തൃക്കൂർ പഞ്ചായത്തിലെ LDF അംഗങ്ങൾ പഞ്ചായത്ത് യോഗം ബഹിഷ്കരിച്ച് പ്രതിഷേധിച്ചു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.